നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ വിനീത് ശ്രീനിവാസൻ എയറിൽ കയറിയിരിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷം വന്നൊരു അടിപൊളി ചിത്രം ഇന്നലെ OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വിനീത് ശ്രീനിവാസൻ എയറിൽ കയറാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, ഇത് തിയേറ്റർ റിലീസായ സമയത്ത് എനിക്ക് ഇതിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം അന്നും ഭയങ്കര പോസിറ്റീവ് റിവ്യൂവിൻ്റെ ബഹളമായിരുന്നു സിനിമ റിലീസായ സമയത്ത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വർക്കാവാതെ പോയൊരു സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഈ വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ വേറെ രീതി നോക്കി കഴിഞ്ഞാൽ ഒരു നല്ലൊരു മാർക്കറ്റ് സ്റ്റഡിയാണ്. കാര്യം എങ്ങനെ ആൾക്കാരെ പറ്റി സിനിമ കാണാൻ വേണ്ടി തിയേറ്ററോട്ട് ആൾക്കാരെ എത്തിക്കാം എന്നുള്ളൊരു ബെസ്റ്റ് ഒരു എക്സാമ്പിളായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. കാര്യം വേറൊന്നുമല്ല, അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സംഭവം. കാര്യം താറുമാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫുള്ള് എല്ലാ ചാനലിലും നിറഞ്ഞ ഇൻ്റർവ്യൂ, മാർക്കറ്റിംഗ്, സിനിമയെ പറ്റിയിട്ടുള്ള പ്രൊമോഷൻ, ധ്യാൻ ശ്രീനിവാസൻ്റെ അങ്ങേറ്റത്തെ പോസിറ്റീവ് സംസാരവും, ആ സിനിമ അതാണ്, സിനിമ ഇതാണ്, സിനിമ അതാണ്, ഒരുപാട് ബഹളങ്ങളായിരുന്നു സിനിമ റിലീസാവുന്നതിന് മുമ്പ്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ബേസിൽ ധ്യാൻ ശ്രീനിവാസും വിനീത് ശ്രീനിവാസൻ വേറെ ആരെയും കാണാനും പറ്റുന്നില്ല. എല്ലായിടത്തും ഭയങ്കര പോസിറ്റീവാണ് ചർച്ചകൾ. വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള ഏറ്റവും ബെറ്റർ സിനിമ, അത് ഇത് ഒന്നും പറയേണ്ട ഭയങ്കര ബഹളം. സത്യം പറഞ്ഞാൽ സിനിമേനെ ഇൻ്റർവ്യൂ കണ്ടിട്ടല്ല ഞാൻ പോയത്, എൻ്റെ ട്രെയിലർ കണ്ടിട്ടാണ് പോയത്. ട്രെയിലർ അവർ ആ രീതിയിലാണ് അന്നത് എഡിറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഊന്നിയത് ഈ സിനിമ ഭയങ്കര ഇമോഷണലായിട്ടൊരു സിനിമയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ലേയേഴ്സ് ഉണ്ടാവും. മോഹൻലാലിൻ്റെ ക്യാരക്ടറും വില്ലൻ ക്യാരക്ടർ പോലെയൊക്കെയാണ് ആക്ഷൻ ട്രെയിലറിനകത്ത് അവർ കാണിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു സംഭവിച്ചത്. കാര്യം മൊത്തത്തിൽ ഒരു ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു ട്രെയിലർ അവർ റിലീസാക്കുകയും, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊന്നും ഇല്ലാണ്ടായിപ്പോയി സിനിമയ്ക്ക് അത്ര. അല്ലാതെ കാര്യം ഞാൻ വിനീത് ശ്രീനിവാസൻ ഏറി എനിക്ക് സന്തോഷമാണെന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല. കാര്യം ഇതെങ്കിലും കണ്ടിട്ട് വിനീത് ആ ട്രാക്ക് മാറ്റി പിടിച്ച് ഇങ്ങനത്തെ ഇതുപോലൊരു സേഫ് സോണിൽ നിൽക്കാതെ വേറെ രീതിയിലോട്ട് അദ്ദേഹം പടം ചെയ്യണമെന്നാണ് ആഗ്രഹം. കാര്യം തിര പോലുള്ള പടമൊക്കെ ചെയ്ത ആളാണ് വിനീത് ശ്രീനിവാസൻ. എന്തൊക്കെ പറയാനും അദ്ദേഹത്തിന് വേറൊരു ട്രാക്ക് മാറി നല്ലൊരു ചിത്രമായി അദ്ദേഹത്തിന് എന്തായാലും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും പറയാൻ പറ്റുക, നല്ലൊരു പ്ലോട്ടുള്ള സിനിമയെ ഒരു വല്ലാത്ത രീതിയിലൊരു തിരക്കഥയാക്കി മാറ്റി. ഒരു കാര്യം ആ പ്ലോട്ടിനോട് ആ തിരക്കഥയ്ക്ക് എത്ര നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷനൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ പ്ലോട്ടിനനുസരിച്ചിട്ടുള്ളൊരു മേക്കിംഗ് അല്ലായിരുന്നു ആ സിനിമയ്ക്ക്. കാര്യം ആ പ്ലോട്ടിൽ നല്ലൊരു സംഭവം. രണ്ട് ആൾക്കാർ, ഒരാൾക്ക് സിംഗർ ആവണമായിരുന്നു, ഒരാൾക്ക് ഡയറക്ടർ ആവണമായിരുന്നു. അവർ ചെന്നൈയിലോട്ട് പോകുന്നു, പിന്നെ അവർ സ്ട്രഗിൾ, അതിന് ശേഷം കുറേ നാളിന് ശേഷം അവർ എന്തെങ്കിലും ഫിലിം മേക്കേഴ്സ് ആയി മാറുന്നു. അങ്ങനെ ഒരു കഥയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണിച്ചെന്ന് വെച്ചാൽ ആ ശ്രീനിവാസൻ ചെല്ലുന്നു, 2-3 സീനാകും. ചെന്നൈയിൽ ചെന്നു 2-3 സീനകത്ത് തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഡയറക്ടറായിട്ട് മാറുന്നു. അവിടുത്തെ നമുക്ക് സിനിമയിലുള്ള കണക്ഷൻ പോകും. കാര്യം ഒരു ആളെ ജേർണി അവിടെ കൊണ്ട് തീരുമായിരുന്നു. പിന്നെ അതിന് ശേഷം അദ്ദേഹം വീണ്ടും സിനിമ എടുക്കാൻ താല്പര്യപ്പെടുന്നു. അതിലൊന്നും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരുപക്ഷെ ഇദ്ദേഹം കാര്യം ട്രെയിലർ കണ്ടപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ആക്ഷൻ കട്ടൊക്കെ പറയുന്ന സംഭവം നമുക്ക് ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസൻ ഇതൊക്കെ പറയുന്നത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചത് മേ ബി കുറേ വർഷങ്ങൾക്ക് ട്രൈ ചെയ്ത് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഏജിലായിരിക്കും അദ്ദേഹം സിനിമ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. കാരണം ആസ്പയർ ചെയ്യുന്നവർക്കൊക്കെ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇത്രയും വർഷം അദ്ദേഹം കഷ്ടപ്പെട്ട് ഇപ്പോഴും സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള സംഭവമൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, പിന്നെ എൻ്റെ അത് നിവിൻ പോളിയുടെ കുറേ സീനുകൾ വന്നു. കാര്യം നിവിൻ പോളിയുടെ ആ സീൻസും സിനിമ വേറെ ലെവലിലാണ് നിൽക്കുന്നത്. കാര്യം നിവിൻ പോളിയുടെ ആ സംഭവം മാത്രം ഒരു സിനിമയായിട്ട് നമുക്ക് വേറെ നോക്കി കാണാം. കാര്യം ആ സത്യം പറഞ്ഞാൽ ആ സിറ്റുവേഷൻസ് മാത്രത്തിൽ മൊത്തം സിനിമയിൽ രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി മൊത്തം തെള്ളി മറിച്ച് കൊണ്ടുവന്ന ഒരു ചെറിയൊരു സ്ക്രിപ്റ്റിന് വലുതായിട്ടൊന്നും വർക്കൗട്ട് ചെയ്യാണ്ട് ഭയങ്കര പ്രഡിക്റ്റബിളായിട്ട് എഴുതിപ്പോയൊരു സ്ക്രീൻ പ്ലേ. അവർക്ക് മേക്കേഴ്സ് തന്നെ അറിയാതെ ബിലോ ആവറേജ് പടമാണ്. പക്ഷേ ഇൻ്റർവ്യൂവിലുള്ള പ്രൊമോഷനിൽ നടത്തി ട്രെയിലർ ആ രീതി കട്ട് ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് തിയേറ്ററിൽ അവർ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറയാനും മാർക്കറ്റിംഗ് ലെവലിൽ എനിക്കൊന്നും ഇത് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. പക്ഷേ ഈ സംഭവം മുമ്പോട്ട് വർക്കാവും. ഇതുകൊണ്ട് തന്നെ ഇപ്പം വന്നിരിക്കുന്ന ട്രോളുകളൊക്കെ ദൈവത്തെ ഓർത്ത് വിനീത് ശ്രീനിവാസൻ വായിക്കുക. അതനുസരിച്ച് അടുത്ത പടമെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. കാര്യം ഇദ്ദേഹത്തിന് ക്യാരിയറുള്ള ഡയറക്ടർ തന്നെയാണ്. പക്ഷേ ആ ഒരു സോൺ മാറ്റി പഠിച്ചു. കാര്യം എന്താ പറയുക, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാര്യം അത് ഡയലോഗ്സ് തന്നെ കാണുമ്പോൾ നമുക്ക് പല അദ്ദേഹം നേരത്തെ ചെയ്ത സിനിമകളുടെ ഡയലോഗുമായിട്ടൊക്കെ ഭയങ്കര സാമ്യം തോന്നും. അവർ ഡെലിവറി പോലെ ഡയലോഗ് ഡെലിവറി പോയിട്ട് നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് റിപ്പിറ്റേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാര്യം ഈ സിനിമയാണ് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ ചെയ്ത സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ. പക്ഷേ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇനി അടുത്ത സിനിമ ചെയ്യരുത്. കാര്യം എന്തൊക്കെ പറയാതെ മാറ്റി പിടിക്കാൻ ശ്രമിക്കുക. കാര്യം ഹൃദയം നല്ലൊരു ചിത്രമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചിത്രമായിരുന്നു. അതിലത് ഒരുപാട് ക്രിഞ്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ശ്രീനിവാസൻ എന്താണെന്ന് വെച്ചാൽ ക്രിഞ്ചിനെയൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയും ക്രിഞ്ച് ഞാൻ ചെയ്യും എന്നുള്ള ഇതായിരിക്കുന്നത്. ഇനിയും ക്രിഞ്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ
സിനിമ തിയേറ്റർ ഓടില്ല. ഇത്തവണ ആൾക്കാർ പറ്റിക്കപ്പെട്ടു, അടുത്തവണ ഒട്ടും പറ്റിക്കപ്പെടില്ല. കാര്യം ഞാൻ പേഴ്സണലി എനിക്ക് പോലും വിനീത് ശ്രീനിവാസൻ അടുത്തൊരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമൊന്നുമില്ല. അത് ഇനി ഇറങ്ങി അതിൻ്റെ റിവ്യൂസ് വന്നാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. ഒരു മോശപ്പെടുത്ത് ഇത്രയധികം നല്ല ഫീഡ്ബാക്ക്, അതായത് റിവ്യൂസ് കിട്ടിയ സോ കോൾഡ് ക്രിറ്റിക്സ് ആയിട്ടുള്ള യൂട്യൂബ് പല ക്രിറ്റിക്സ് ഉണ്ടല്ലോ, അവരിൽ നിന്ന് ഇത്രയധികം പോസിറ്റീവ് റിവ്യൂ കിട്ടിയ വേറൊരു പന്നപ്പടം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പന്നപ്പടം എന്ന് പറയാൻ കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് പന്നപ്പടം എന്ന് പറയാൻ. അത് ഭയങ്കര ബിലോ ആവറേജ് പടമായിരുന്നു. ഇതുപോലെ പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ഞാൻ കണ്ടില്ല. ഒന്നുകിൽ ഇതിൻ്റെ പണത്തിൻ്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർ പേഴ്സണലി ഇവരുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ടായിരിക്കും ഇത്രയധികം പോസിറ്റീവ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പല റേഞ്ച് സിനിമ, ചെറിയ റേഞ്ച് സിനിമകളുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു കയറുന്ന വലിയ വലിയ റിവ്യൂസ് എഴുതുന്ന ആൾക്കാരുണ്ട്. അവർ പോലും അതിലെല്ലാ റേഞ്ചും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ പറയാനും നല്ലൊരു പ്ലോട്ടിനെ കൊണ്ട് അലമ്പാക്കിയൊരു സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും ഈ ട്രോളുകളൊക്കെ കണ്ട് വിനീത് ശ്രീനിവാസൻ നല്ലൊരു പടം ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും കൂടുതൽ സിനിമ വിഷയങ്ങളായിട്ട് തീർച്ചയായും കാത്തിരിക്കുക. അപ്പോഴത്തേക്ക് നന്ദി, നമസ്കാരം, ബൈ.